ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ് ചിലരൊക്കെ പറയാറില്ലേ, എന്നടാ പണി വെച്ചിരിക്കുകയെന്ന്. അന്തമാതിരി ഒരു സിനിമയാണിത്. നല്ല കിടിലൻ സ്ക്രിപ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങിയ ഒരു സിനിമ. എന്നാൽ അല്പനേരത്തിനുള്ളിൽ ആ സിനിമ മറ്റൊരു ലെവലിലേക്ക് മാറുകയാണ്. എടാ മോനെ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു പോകും. അമ്മാതിരി കുറച്ചധികം ട്വിസ്റ്റുകളും സിനിമയുടെ അവസാനത്തിലുണ്ട് കേട്ടാ. വളരെ സിമ്പിൾ ആയിട്ട് സിനിമയുടെ ആരംഭത്തിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കൊറിയർ ബോയ് ഇവൻ ഡെലിവറി ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റാൻ നോക്കി. പിന്നീട് ചെറിയൊരു വിഷയം ഉണ്ടായി, ആ മുത്തശ്ശി അങ്ങോട്ട് മരിച്ചു പോവാണ്. പിന്നെ അങ്ങോട്ട് കഥ മാറുകയാണ്. അതായത് നമ്മുടെ ഷാജി പാപ്പനോട് അറക്കലബ് പറഞ്ഞതുപോലെ, പാപ്പ നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി എന്ന് പറയുന്നില്ലേ, അതുപോലെ കഥ മറ്റൊരു ലെവലിലേക്ക് അങ്ങ് കൊണ്ടുപോകും. ബാബു അതുപോലെ തന്നെ മറ്റൊരു ലെവലിലേക്ക് എത്തും. സോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് തീരെ വൃത്തിയില്ലാത്ത ഒരു റൂമാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ അതിൽ ആരായിരിക്കും താമസിക്കുന്നതെന്ന്? ബാച്ചിലേഴ്സ് തന്നെ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു അലാറം അടിക്കുന്നുണ്ട്. എന്നാൽ അലാറം അടിച്ച പാടിന് ഒരുത്തൻ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അവൻ ഓടിപ്പോയിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുകയാണ്. ചിലപ്പോ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. രാവിലെ തന്നെ ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാ നിങ്ങൾക്ക് തെറ്റി. ഇന്നലെ രാത്രി ഡൗൺലോഡ് ചെയ്യാനിട്ട സിനിമ ഡൗൺലോഡ് ആയാൽ നോക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റ പാട് തന്നെ ഫുൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ ഹെഡ്സെറ്റ് കുത്തി സിനിമ കാണാൻ തുടങ്ങുകയാണ്. ഒരു പണിക്കും പോവാതെ സിനിമ കണ്ടിരിക്കലാണ് ഇവന്റെ പ്രധാന ജോലി. ഇയാളുടെ പേരാണ് അബി. ഇതേ നേരം സീലിംഗിന്റെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് വീണ് അത് വായിലായി ഒരുത്തൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് ബാബു. മുടിയും വെട്ടൂല, അതുപോലെ തന്നെ താടി അത് വൃത്തിയിൽ കൊണ്ടേ നടക്കൂല. ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഈ ലൈഫ് അങ്ങനെ ജീവിച്ച് തീർക്കുന്നതെന്ന്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് നേരെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. ഒരു കൊറിയർ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്ടേഷനും ഒരുപാട് ആശകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഇതൊന്നും അല്ല റിയാലിറ്റി എന്ന് മനസ്സിലായത്. നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കണം, അതുപോലെ തന്നെ തുച്ഛമായ ശമ്പളം. ഇപ്പൊ അവൻ നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ മറ്റൊരുത്തിനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് യേശുദാസ്. ഷോർട്ടായിട്ട് നമുക്ക് യേശു എന്ന് വിളിക്കാം. എന്നാൽ ഈ യേശു ആണെങ്കിൽ ബാബുവിനെ പോലെ എപ്പോഴും സാഡ് ആയിട്ടൊന്നുമല്ലോ, അവൻ ഭയങ്കര ഹാപ്പിയാണ്, ജിൽ നിരിക്കും. എന്തായാലും രണ്ടുപേർക്കും അന്ന് ഡെലിവറി ചെയ്യാനുള്ള സാധനങ്ങളെ ലിസ്റ്റും അഡ്രസ്സും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാബു അവന്റെ ജോലിക്ക് ഇറങ്ങുകയാണ്. വെയിലും ട്രാഫിക്കും പൊടിയും ഇതൊക്കെ ആയിട്ട് നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പണി കഴിയുന്ന സമയത്ത് ബാബു നല്ല ഹാപ്പിയിലാണ്. കാരണം ഇന്ന് വൈകുന്നേരം സാലറി കിട്ടും. നേരെ അങ്ങോട്ടേക്ക് ചെന്നു എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇപ്പൊ ബാബുവിന്റെ സമയം വന്നു, അവന് കാശ് കിട്ടുകയാണ്. ആകെ കിട്ടിയത് 4000 കുണോയാണ്. പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുത്തിട്ട് അവന് കിട്ടിയത് ആകെ 4000 രൂപ. ഇപ്പൊ ബാബു അവിടെ ഉണ്ടായിരുന്ന മാനേജറോട് ചോദിക്കണം, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് 11000 രൂപ സാലറി ഉണ്ടാവുന്ന, എല്ലാം കഴിച്ച് 8000 രൂപ കയ്യിലും കിട്ടുമെന്ന്, ഇതിപ്പോ എന്താ 4000 രൂപ? ഈ സമയത്ത് മാനേജർ പറയുന്നത്, എടാ ചെറുക്ക, വേണമെങ്കിൽ മേടിച്ചിട്ട് പോയാൽ മതി, മറ്റേ ടാക്സ് അതും ഇതൊക്കെ വേറെയും ഫണ്ടുകളുണ്ട്, നിനക്ക് ഈ ജോലി വേണ്ടേ, ഇട്ടിട്ട് പോയിക്കോ, വേറെ ആൾ ഇഷ്ടമാതിരി ഉണ്ട് എന്ന് പറയണം. ബാബു ഇപ്പൊ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ്. എന്ത് പറയാനാ? എന്നാൽ അവന്റെ തൊട്ട് ബേക്കിലുണ്ടായിരുന്ന യേശു, അവന് കിട്ടിയത് സത്യം പറഞ്ഞാൽ ബാബുവിനേക്കാൾ കുറച്ചാണ്. എന്നാൽ ഭയങ്കര വിനയത്തോട് കൂടിയിട്ട് അയാളുടെ കാല് പിടിക്കുന്ന പോലെ നിന്നിട്ടാണ് ഇവന് ഈ കാശ് മേടിക്കുന്നത്. എങ്ങനെ പറ്റുന്നു എന്നറിയില്ല. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും നേരെ ബാബുവിന്റെ വീട്ടിലേക്ക് പോകണം. ബാബു വീട്ടിലേക്ക് എത്തിയപാട് തന്നെ അവിടുത്തെ ഹൗസ് ഓണർ ലേഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ ബാബു, സാലറി കിട്ടിയില്ലേ? ചേച്ചിയുടെ വാടക ഒന്ന് തന്നേക്കെന്ന് പറയണം. എത്രയാ ചേച്ചി വാടക? 3000 രൂപ. അടിപൊളി. ആ 3000 കൊടുത്ത് ബാക്കി ഇപ്പൊ 1000 രൂപ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മുടെ യേശുവിനോട് ചോദിക്കാണ്, ഈ 1000 ഗുണവ് വെച്ച് ഇനി ഞാൻ എന്താക്കാനാടാ? വാ, പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അബീനെയും കൂട്ടി നേരെ വൈൻ ഷോപ്പിലേക്ക് പോകണം. പിന്നെ എന്ത് നടക്കുന്നു പറയണ്ടല്ലോ, അടിയോടടി അടി. അങ്ങനെ വെള്ളം അടിച്ച് ഒരു ബോധമില്ലാതെ ബാബു ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങാണ്. യേശു, ഈ സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. ബൈക്ക് മേടിക്കണം, കാറ് മേടിക്കണം, പെണ്ണ് കെട്ടണം. ഇങ്ങനെ പോയാൽ തിന്നാൻ ഭക്ഷണത്തിന് വരെ ഞാൻ എവിടെ പോകുന്ന ആലോചിക്കുന്നതാ. എന്തായാലും ആ രാത്രിയിൽ ഭയങ്കര അലമ്പ്. എന്തായാലും ബാബുവിനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടേ കിടത്തുകയാണ്. നന്നായിട്ട് അവൻ കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയുടെ ഫോൺ കോൾ കണ്ടിട്ടാണ് എഴുന്നേക്കുന്നത്. അമ്മ വിളിച്ചപാട് തന്നെ പറയുന്നത്, മോനെ കാശ് കിട്ടിയോടാ, ഞാൻ പറഞ്ഞ പൈസ നീ ഒന്ന് അയച്ചിരുന്നു ചോദിക്കണം. അപ്പൊ തന്നെ ബാബു പറയുന്നുണ്ട്, ആമേ ഞാനിപ്പോ തന്നെ അയക്കാട്ടോ. എന്നാൽ എവിടുന്ന് എടുത്ത് കൊടുക്കുമെന്ന് ബാബുവിന് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ബാബു നേരെ യേശുവിന്റെ അടുത്തും അബീന്റെ അടുത്തും ചെന്ന് പറയണം, എടാ ഞാൻ ഈ ജോലിയിൽ നിൽക്കുന്നില്ല, നാട്ടിലേക്ക് പോകണം, അവിടെ വല്ല കൂലിപ്പണിക്ക് പോയി ഇതിനേക്കാളും കിട്ടും, ഇത് ശരിയാവൂല എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ യേശു പറയുന്നുണ്ട്, എടാ ബാബു, ആദ്യം നീ നിന്റെ മെന്റാലിറ്റി ഒന്ന് മാറ്റി, നിനക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ അത് ആദ്യം മാറ്റും. ഒരു കാര്യം ചെയ്യും, ദാ ഈ കാശ് നീ വെച്ചോന്ന് പറഞ്ഞിട്ട് യേശു അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് ബാബുവിന് കൊടുത്ത് ഇത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു പറയണം. ബാബു ആകെ ഞെട്ടിപ്പോയി. കാരണം യേശുവിന് ആകെ കിട്ടിയത് ഒരു ഇച്ചിരി പൈസയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ബാബുവിന് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ കൊടുക്കണമെങ്കിൽ യേശുവിന് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലോ, പിന്നെ അവന്റെ കൂടെ പോയിട്ട് അതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ എന്ന് ബാബു തീരുമാനിക്കാം. അപ്പൊ യേശു പറഞ്ഞു, ഓക്കെ വാ എന്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ പോകുന്ന വഴിയിൽ യേശു ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്, ബാബു നമ്മൾ ആദ്യം നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നല്ലതാക്കണം, താടിയും മുടിയൊക്കെ നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടേ നടക്കണം, നമ്മളെ കണ്ട ആരും ഒരു ജെന്റിൽമാൻ ആണെന്ന് പറയണം. എന്തായാലും എന്റെ കൂടെ വരികയല്ലേ, ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാന്ന് പറയണം. അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ യേശു പറഞ്ഞു കൊടുക്കണം, എടാ ഈ കസ്റ്റമറുടെ മുന്നിൽ നമ്മളിങ്ങനെ താഴ്മയോട് നിൽക്കണം, ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വല്ല ടിപ്സും കിട്ടും, വാ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് ഈ യേശു നേരെ അവന്റെ ഡെലിവറി കൊടുക്കാൻ വേണ്ടി നേരെ പോവാണ് കേട്ടോ. നേരെ ഒരു അപ്പാർട്ട്മെന്റിൽ പോയി ബെല്ലടിക്കുകയാണ്. ഒരു അപ്പൂപ്പൻ വന്നു
വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന പാട് തന്നെ യേശു അവനെ അറിയുന്ന ഇംഗ്ലീഷിൽ വെച്ച് കാച്ചാണ്. സർ, വി ആർ ഫ്രം മറ്റേ ഡെലിവറി ഓഫീസ് ആൻഡ് വി ഡെലിവർ ഇൻ ദ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അപ്പൂപ്പ പറയണം, അപ്പാ നിർത്തട നിന്റെ മറ്റേടത്തെ ഇംഗ്ലീഷ്, നിനക്ക് അറിയുന്ന ഭാഷയിൽ സംസാരിച്ചാൽ പോരെ. അയ്യോ അപ്പൂപ്പ മുടയാണല്ലോ. അപ്പൂപ്പ ഒരു ഡെലിവറി വന്നിട്ടുണ്ട്, ദാണ്ടെ ഇതാ സാധനം, കാശ് തന്നാ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഈ യേശു എണ്ണി നോക്കുകയാണ് കേട്ടോ. എണ്ണി നോക്കിയിട്ട് യേശു പറയാണ്, അപ്പൂപ്പ ഒരു 500 കുറവുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും എണ്ണി നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ 500 കുറവുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ഒരു 500 കൂടെ എക്സ്ട്രാ അതിൽ എടുത്ത് വെച്ചിട്ട് ഇവർക്ക് കൊടുത്തിട്ട് പോയിക്കോളാൻ പറയാണ്. ബാബുവും യേശുവും കൂടെ ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മുടെ ബാബു ഇങ്ങനെ കുണുങ്ങി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന് യേശു പറയാണ്, എന്താടാ നീ ചിരിക്കുന്നേ? അല്ല, അവിടെ വെച്ച് നടന്നതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരിക. നീ ഇങ്ങനെ താഴ്മയോടെ നിന്നിട്ട് 10 പൈസ ടിപ്സ് ആയിട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഇതാണോ നീ പറഞ്ഞ നിന്റെ ട്രിക്സ്? ഇപ്പൊ യേശു ബാബുവിന്റെ കൈ പിടിച്ച് അതിലേക്ക് ഒരു 500 രൂപ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതാടാ എന്റെ ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ബാബു ആകെ ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാടാ നിനക്ക് 500 കിട്ടിയേ? അത് പിന്നെ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്കൊന്ന് പോയി നോക്ക്. അയാൾ എനിക്ക് ആദ്യം മുഴുവൻ കാശും തന്നായിരുന്നു. എണ്ണുന്ന സമയത്ത് ഒരു 500ന്റെ നോട്ട് ഞാൻ നൈസായിട്ടൊന്ന് മാറ്റി. അങ്ങനെയാണ് ഞാൻ ടിപ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 3 4 ചിലപ്പോൾ 5 6 ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നൈസായിട്ട് ചുരണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് നല്ല സുഖമായിട്ട് കിട്ടില്ല. ഇത് കേട്ടപ്പോ ബാബു പറയണ, എടാ ഇതാണോ നീ പറഞ്ഞ ട്രിക്സ്? ഇത് കക്കലല്ലേ, മോഷണല്ലേ, ഇതൊന്നും ശരിയാവില്ല. എങ്ങാനും പിടിക്കപ്പെട്ട ജോലി മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൂടെ കയറേണ്ടി വരും, അകത്ത് കിടക്കേണ്ടി വരും. ഇത് കേട്ടപ്പോ യേശു പറയണ, എടാ നിനക്ക് പറ്റെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണോ കാശുണ്ടാക്കുന്നത് അത് നിനക്ക് കാണിച്ചു തന്നു. ഇനിയിപ്പോ നിന്റെ വായിലേക്ക് ഇട്ട് തരാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നീ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ്. ബാബു ഇപ്പൊ അവിടെ ഇരുന്ന് കുറേ നേരം ആലോചിക്കുകയാണ്. പിന്നെ വീട്ടിലേക്ക് പോയിട്ടും കുറേ നേരം അന്ന് രാത്രി മുഴുവനും ആലോചിക്കുന്നുണ്ട്. ഇത് തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ബാബു എന്താ ചെയ്തെന്നറിയാം. മുടിയൊക്കെ നല്ല വൃത്തിയിൽ ശരിയാക്കി താടിയെല്ലാം വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഡെലിവറിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പൊ അവനെ കണ്ട് അഭി പറയണ, എടാ നിനക്ക് ഇത്രയൊക്കെ വൃത്തി ഉണ്ടായിരുന്നോ? എടാ ഇനിയൊക്കെ കളി മാറാൻ പോവാണ്. എന്നാ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാബു ഇറങ്ങാണ് കേട്ടോ. നേരെ പോയി ഡെലിവറിക്കുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയാണ്. അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉള്ള ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഡെലിവറി തന്നെ അവന് എടുക്കുന്നുണ്ട്. നേരെ അതെടുത്തുകൊണ്ട് ആ ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ എത്തിയ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയോട് പറഞ്ഞ് നേരെ ഉള്ളിലേക്ക് പോകണം. ഇന്ന് ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ അവന്റെ നടയിലേക്ക് തന്നെ ഒരു സ്കൂട്ടി വന്ന് കയറുകയാണ്. ഓടിച്ചത് ഒരു പെണ്ണാണ്. അവൾ അപ്പൊ തന്നെ ഇറങ്ങി സോറി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ. അപ്പൊ ബാബു പറയാണ്, എന്റെ പൊന്നു മോളെ നീ ആദ്യം എന്റെ നടയിൽ നിന്ന് ഈ ബൈക്ക് ഒന്ന് എടുത്ത് മാറ്റി. അയ്യോ ഇപ്പൊ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് വേഗം മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് വീണ ഒരു കവർ ഇപ്പോൾ നമ്മുടെ ബാബുവിന് കിട്ടുന്നുണ്ട്. അതിൽ അവളുടെ പേരുണ്ടായിരുന്നു തേജസ്വിനി. ഇത് നിങ്ങളുടേതാണോ ചോദിക്കുമ്പോഴേക്കും അവൾ അത് മേടിക്കുകയാണ് കേട്ടോ. അവള് വേഗം അവളുടെ റൂമിലേക്ക് പോവാണ്. പിന്നീട് നേരെ ലിഫ്റ്റിലേക്ക് പോയിട്ട് ബാബു നേരെ മുകളിലേക്ക് പോവാണ്. റൂം നമ്പർ 401 ഈ ഡെലിവറി കൊടുക്കാനുള്ളത്. അതേ നേരം തന്നെ ലിഫ്റ്റിൽ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇയാൾ ആരോട് സംസാരിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നത് തന്നെ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആണ്. ഏതോ തേജസ്വിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് സംസാരിക്കുന്നത് ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ബാബു കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ ബാബുവിന്റെ കൂടെ മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ പേര് രവി എന്നാണ്. അപ്പൊ രവി ചോദിക്കണം, അല്ല നിങ്ങൾ കൊറിയർ ബോയ് അല്ലേ, എന്റെ റൂമിലേക്ക് വല്ല കൊറിയർ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാം. 401 ഒരു കൊറിയർ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ഇതിനുശേഷം ബാബു നേരെ 401 പോവാണ്. ബെല്ലടിക്കുകയാണ്. ആള് വന്ന് കതക് തുറന്നു. ആള് കണ്ട് ബാബു ഹാപ്പി ആവാണ്. കാരണം എന്താ, ഒരു വയസ്സായ പാട്ടി. ഈ വയസ്സായിട്ടുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെയാണ് ബാബു വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് യേശു പറഞ്ഞു കൊടുത്തത്. അപ്പൊ വന്ന പാട് തന്നെ ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരാ, എന്ത് വേണം? അത് പിന്നെ പാട്ടി, ഞാൻ വന്നത് കൊറിയർ ഓഫീസിൽ നിന്നും ഡെലിവറി തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഡെലിവറി? കൊറിയർ ഓഫീസോ? പോയടാ അവിടെ നോട്ട് പെട്ടെന്ന് വാതിലടക്കുകയാണ്. അപ്പൊ ബാബു വിചാരിയാണ്, എന്താണ് തള്ളക്ക് സുഖമില്ലേ? ഒന്നുകൂടെ ബെല്ലടിക്കുകയാണ്. ഇപ്പൊ വീണ്ടും പാട്ടി വന്നു. എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ബാബു പറഞ്ഞു, മാഡം ഇതാ ഒരു ഡെലിവറി വന്നിട്ടുണ്ട്. ഇത് മേടിച്ചു വെച്ച് ഇതിന്റെ പൈസ തന്നാൽ എനിക്ക് അങ്ങോട്ടേക്ക് പോയിരുന്നു. ഇപ്പോഴാണ് ആ ഒരു പാട്ടി പറയുന്നത്, ഓ ഈ കാര്യമാണല്ലേ, എന്റെ മോൻ രാവിലെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഡെലിവറി വരും, മേടിച്ചു വെക്കണം, അവൻ തന്ന കാശും എന്റെ കയ്യിലുണ്ട്, ഞാൻ അതിപ്പോ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പാട്ടി ആ ഒരു കാശ് എടുത്തിട്ട് വന്നിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബാബു ആണെങ്കിൽ അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നൈസായിട്ട് അതിന്റെ ഇടയിൽ ഒരു നോട്ട് മാറ്റണല്ലോ. മാറ്റാനുള്ള ഗ്യാപ്പ് ഈ പാട്ടി കൊടുക്കുന്നില്ല. ഭയങ്കര ഷാർപ്പായിട്ട് അവർ എണ്ണുന്നതിലേക്ക് ഇന്നെ കണ്ണിങ്ങനെ കുഴിച്ചു നോക്കുകയാണ്. ഇടം കണ്ടിട്ട് നമ്മുടെ ബാബു നോക്കുന്നുണ്ട് കേട്ടോ. തലയുടെ കണ്ണൊന്ന് മാറിയാൽ ഒരെണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി. പക്ഷെ ഒരു രക്ഷയില്ല, അവര് കണ്ണെടുക്കുന്നില്ല. ഇപ്പൊ ബാബു ചെറിയൊരു ഐഡിയ പ്രയോഗിക്കുകയാണ്. പാട്ടി ഭയങ്കര ദാഹം, ഒരു ഇച്ചിരി വെള്ളം തരുമോ ചോദിക്കുകയാണ്. വെള്ളം എടുക്കാൻ വേണ്ടി പാട്ടി ഉള്ളിലേക്ക് പോകണം. ഈ സമയത്ത് കൈ വിറച്ച് ഒരു ഞോട്ടെടുത്ത് അവൻ വേഗം ടീഷർട്ടിന്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പൊ പാട്ടി വെള്ളമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന സമയത്ത് ബാബു പറയാണ്, അതിന്റെ പാട്ടി ഇതില് കാശ് കുറവുണ്ടല്ലോ. ഇത് കേട്ട പാടിനെ പാട്ടി പറയാണ്, കാശ് കുറവുണ്ടെന്നോ? ആരാടാ പറഞ്ഞ കാശ് കുറവുണ്ടെന്ന്? രാവിലെ എന്റെ മോൻ കറക്റ്റ് ആയിട്ട് എണ്ണി എന്റെ കയ്യിൽ തന്നെയാണല്ലോ, ഞാനും എണ്ണി നോക്കിയതാണല്ലോ, പിന്നെ എങ്ങനെയാ കാശ് കുറയാ? സത്യം പറയടാ കള്ള, നീ അതിന് അടിച്ചു മാറ്റിയതല്ലേ? നിന്റെ മുഖം കണ്ടാലറിയാം ഒരു കള്ള ലക്ഷണമുണ്ട്. പന്നെ പറട്ടെ, എവിടെടാ എന്റെ കാശ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കോളറിൽ കയറി പിടിക്കാണ്. 2 കുലുക്കാണ്. ഇതിനിടയിൽ അവൻ ഒളിപ്പിച്ച് വെച്ച പൈസ മുകളിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അതങ്ങനെ പാട്ടിയുടെ മുന്നിൽ കൂടെ പോയിട്ട് താഴേക്ക് വീഴാണ്. പാട്ടിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഈയുടെ കടവാവലിനുണ്ടായ കാട്ടവരാതമേ, നീ എന്നെ പറ്റിക്കാൻ നോക്കുകടാന്ന് പറഞ്ഞിട്ട് അവന്റെ ടീഷർട്ട് പിടിച്ചൊരു വലിയാണ്. ചെറുതായിട്ട് കീറുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്ന ബാബു എന്താക്കി, പാട്ടിയെ പിടിച്ചൊരു തള്ളം കൊടുക്കുകയാണ്. പാട്ടി നേരെ പിറകിലേക്ക് പോയിട്ട് ഒരു വീഴ്ചയാണ്. പിന്നെ പാട്ടി എഴുന്നേറ്റില്ല. കാറ്റ് പോയി, സ്പോട്ടിൽ കാറ്റ് പോയി. ബാബു പോയിട്ട് പതുക്കൊന്ന്
വിളിച്ചു പോകുന്നുണ്ട്, ഒരനക്കവും ഇല്ല. ആ ഒരു നിമിഷം ബാബു ഒന്ന് സ്റ്റെക്കായി പോവാണ്. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൻ വേഗം അവന്റെ കയ്യിൽ കൊടുത്ത ആ ഒരു കാശുണ്ടല്ലോ, അത് നേരെ അവർ എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് അവൻ കൊണ്ടുവന്ന ആ ഡെലിവറി പാക്കറ്റ് എടുത്ത് പുറത്തേക്ക് ഓടുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ യേശു വന്നിട്ട് അവന്റെ സൈഡിൽ നിന്ന് തുള്ളി കളിയാണ്. ആഹാ, ഇന്നത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാളിയല്ലേ, മുടുക്കൻ. ഇതേ നേരം തന്നെ അവന്റെ മറ്റൊരു വശത്ത് നിന്ന് അഭി വരുന്നുണ്ട്. എടാ, ഇപ്പൊ നീ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പാട്ടിയുടെ നഖത്തിന്റെ ഉള്ളിൽ നിന്റെ തൊലി പതിഞ്ഞിട്ടുണ്ടാവും. ഫോറൻസിക് ടീമിന് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൊലപാതകി അത് നീയാണെന്ന് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇവിടെ അഭിയും വന്നിട്ടില്ല, അതുപോലെ തന്നെ യേശുവും വന്നിട്ടില്ല. അത് നമ്മുടെ ബാബുവിന്റെ ഇമാജിനേഷൻ മാത്രമാണ്. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള ആ ഒരു കാര്യം ലോജിക്കലായിട്ട് അഭി അവന് പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ ഇമാജിനേഷൻ ചെയ്യാണ്. അതുപോലെ തന്നെ അവന് വെറുതെ വന്ന് കളിയാക്കുന്ന യേശുദാസ്, അതും അവൻ ഇമാജിൻ ചെയ്യാണ്. എന്തായാലും ബാബു ഇവിടെ വെച്ച് ആലോചിച്ചത് അഭി പറഞ്ഞ കാര്യമാണ്. അഭി പറഞ്ഞത് ശരിയല്ലേ, ഒറ്റയടിക്ക് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും പെടും. അതുകൊണ്ട് നേരെ പാട്ടിയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്, അതായത് ആ അപ്പാർട്ട്മെന്റിലേക്ക്. ആ സമയത്ത് അഭിയുടെ ഇലൂഷനും അതുപോലെ തന്നെ യേശുവിന്റെ ഇലൂഷനും അവന്റെ രണ്ട് സൈഡിലുണ്ട്. യേശു ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഭി കറക്റ്റായിട്ട് ഓരോ നോട്ടുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം പാട്ടിയുടെ നഖം ക്ലീൻ ചെയ്യുന്നത് ബാബു, അതുപോലെ തന്നെ പാട്ടിയുടെ നഖം അവന്റെ കയ്യിൽ 2 ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പൊ അപ്പുറത്തുണ്ടായിരുന്ന ഈ യേശുവിന്റെ ഇലൂഷൻ പറയണ എന്നാ പിന്നെ ക്യൂടെക്സും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ നേരത്താണ് ആരോ ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്നത്. അപ്പൊ തന്നെ യേശു പറയണ പോയിട്ട് തുറക്കണ്ട, അയാൾ പോയിക്കോട്ടെ, വെയിറ്റ് ചെയ്യുന്നു പറയാണ്. എന്നാൽ അപ്പൊ തന്നെ അഭി പറയുന്നത് ഇല്ല ഇല്ല, അങ്ങനെ ചെയ്താൽ പറ്റില്ല. കാരണം അയാൾ വന്ന് വാതിൽ തട്ടിയിട്ട് ഈ പാട്ടി വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ അത് വേറെ വിഷയം, അതുകൊണ്ട് നീ ആരാണെന്ന് പോയി നോക്ക്. അവനിങ്ങനെ പതിയെ ചെന്ന് നോക്കുമ്പോൾ പത്രത്തിന്റെ ബില്ലുമായിട്ട് പത്രക്കാരൻ വന്നതാണ്. അപ്പൊ മുഖം കാണിക്കാതെ തന്നെ ബാബു എന്താക്കി, ആ കാശ് എടുത്ത് അയാൾക്ക് കൊടുത്ത് ബില്ല് മേടിച്ചു വെക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടും തീർന്നില്ല, ഈ പാട്ടിയെ അവരുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തണം. സ്വാഭാവിക മരണമാണ് എന്ന് പോലീസുകാർക്ക് നോക്കുമ്പോൾ തോന്നണേ. അപ്പൊ അതിനായിട്ട് ഇവിടെ പാട്ടിയുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടുന്ന് എങ്ങനെയാ പാട്ടിയുടെ റൂം കണ്ടുപിടിക്കുക? എന്തായാലും വയസ്സായിട്ടുള്ള ആളല്ലേ, റൂം വലിയ ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ റൂമും അവൻ പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തൊരു പഴയ റൂം പോലത്തെ ഒരു റൂം കാണുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് പാട്ടിയുടെ റൂം. പതിയെ പാട്ടി എടുത്തുകൊണ്ടായിട്ട് അവിടെ കെടുത്തുകയാണ് അവൻ. എന്നാൽ ഇതേ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂം തുറന്നുകൊണ്ട് ഒരു പെണ്ണ് പുറത്തേക്ക് വരുന്നത്. പാട്ടിയുടെ മോളാണെന്ന് തോന്നുന്നു. അവള് ചെവിയിൽ ഒരു ഹെഡ്സെറ്റും വെച്ച് ഉറക്കനെ പാട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അവള് ഫുള്ള് ആ ഒരു പാട്ടിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് അവളുടെ പാട്ടിയുടെ റൂമിലാണ് ചാർജർ ഉള്ളത്. അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ ബാബു അറിയുന്നില്ല കേട്ടോ. എന്നാൽ ബാബുവിന്റെ ഭാഗ്യം എന്ന് പറയാലോ, ചാർജർ പുറത്തുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊന്നും ബാബു അറിയുന്നില്ല. അവൻ നേരെ പുറത്തേക്ക് വന്നിട്ട് ഇത്രയും പണിയെടുത്തതല്ലേ, ദാഹം കൊണ്ട് പാട്ടി കൊടുത്ത് ആ ഒരു വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഈ സമയത്താണ് അവൻ ആ ഒരു കാര്യം കാണുന്നത്. അപ്പുറത്തെ റൂമും തുറന്നുകൊണ്ട് പാട്ടിയുടെ മോളിതാ ഇറങ്ങി വരുന്നു. അവന്റെ കൈയും കാലും ധരിച്ചു പോയി, അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ യേശുവിന്റെ ആ ഒരു ഇലീഷൻ പറയുന്നുണ്ട്, ബാബു നീ പെട്ട് 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 ചത്ത് 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 എന്ന് പറയണം. ഈ സമയത്താണ് അഭി പറയുന്നത്, ബാബു അവളെ ശ്രദ്ധിച്ചു നോക്ക്, അവൾ ഇതുവരെയായിട്ട് നിന്നെ കണ്ടിട്ടില്ല, പെട്ടെന്ന് പോയിട്ട് വിളിച്ചോ എന്ന് പറയാം. അതേ നേരം തന്നെ പാട്ടിയുടെ മോള് പോയിട്ട് ഇപ്പൊ വാതിൽ തുറക്കാണ്. നോക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ടുണ്ട്. ബാത്റൂമിൽ എന്തോ പ്ലംബിങ്ങിന്റെ പ്രശ്നമുണ്ട്, അത് നേരാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ഇയാൾ നേരെ ബാത്റൂമിലേക്ക് പോകണം. അതേ ബാത്റൂമിലാണ് നമ്മുടെ ബാബു ഒളിച്ചിരിക്കുന്നത്. വേറെ എവിടെ അവന് സ്ഥലം കിട്ടിയില്ല ഒളിച്ചിരിക്കാനേ. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് ഇപ്പൊ നേരെ ബാത്റൂമിൽ പോയിട്ട് അയാളുടെ പണിയെടുക്കാണ്. അപ്പൊ ബാബു അവിടെ പോയി അവൻ അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ അള്ളി പിടിച്ച് നേരത്തെ കയറിയിരുന്നു കേട്ടോ. ഇതേ നേരം താഴെ ഉണ്ടായിരുന്ന യേശുവിന്റെയും അബിയുടെയും ആ ഒരു ഇലീഷൻ പറയുന്നുണ്ട്, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന്. എന്തായാലും ഇപ്പൊ ആ ഒരു പ്ലംബിംഗ് പരിപാടിയൊക്കെ നേരാക്കിയതിനു ശേഷം ഈ മൊട്ടകാട് ഉണ്ടല്ലോ, ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ, അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പോട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു ഹിഡൻ ക്യാമറ പുറത്തേക്ക് എടുക്കുകയാണ്. ഇയാൾക്ക് ഇവിടെ വേറെയും പരിപാടികളുണ്ട്. ഇയാൾ ആ ക്യാമറയുടെ ഉള്ളിൽ നിന്നും ആ മെമ്മറി കാർഡ് ഊരിയെടുത്ത് പകരം മറ്റൊന്ന് വെക്കുകയാണ്. അതായത് എല്ലാ ചെറ്റത്തരവും കയ്യിലുള്ള ഒരു A ക്ലാസ് കാട്ടുകഴിവേറിയാണ് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ്. എന്തായാലും പഴയ മെമ്മറി കാർഡ് എടുത്ത് വായിൽ വെച്ചിട്ട് പുതിയത് അവിടെ മാറ്റിയിടുകയാണല്ലോ. ഈ സമയത്താണ് പാട്ടിയുടെ മോള് അണ്ണാ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത്. അപ്പൊ തന്നെ ഇയാളൊന്ന് ഞെട്ടിയിട്ട് ആ മോളെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വായിലുണ്ടായിരുന്ന ചിപ്പ് നേരെ ക്ലോസറ്റിലേക്ക് വീഴുകയാണ്. എടുക്കാൻ പറ്റുമോ? ഇല്ല, എന്തായാലും പോയത് പോട്ടെ, അടുത്തേൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ബാബുവും താഴെ ഇറങ്ങുകയാണ് കേട്ടോ. അതായത് ഇതിന്റെ ഇടയിൽ ഈ പരിപാടി ഇല്ലേ, എന്തായാലും അവൻ ആ ഒരു ക്യാമറ ഊരിയെടുക്കുകയാണ്. കാരണം അവന്റെ വിഷ്വൽസ് അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ നേരെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുന്ന സമയത്താണ് അടുത്ത പണി. ആ പാട്ടിയുടെ മോള് റൂമിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് മെയിൻ ഡോർ ആണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു യാതൊരു പിടുത്തമില്ല. ബാബുവിന്റെ ഇലൂഷൻ, അതായത് യേശുവിന്റെ ഇലൂഷൻ ബാബുവിനോട് പറയുന്നുണ്ട്, എന്നെ വിളിക്കുക എന്നെ വിളിക്കുക. ബാബു അപ്പൊ തന്നെ യേശുവിനെ വിളിക്കുകയാണ്. യേശു ആണെങ്കിൽ കൊറിയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, ബാബുവിന്റെ ഇലൂഷൻ മാത്രമാണ് ഇപ്പൊ തൊട്ടടുത്തുള്ള ആ ഒരു യേശു എന്ന് പറയുന്നത്. അതായത് അവന്റെ മണ്ടം ബുദ്ധി, അതാണ് യേശുവിന്റെ ഇലൂഷൻ. എന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ അബിയുടെ ഇലൂഷൻ ഉണ്ട്. അതായത് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവന്റെ മറ്റൊരു മൈൻഡ്, അതാണ് അബിയുടെ ഇലൂഷൻ. അപ്പൊ അബി പറയാണ്, എന്നാ പിന്നെ എന്നെ വിളിക്കുന്നു. അബീനെ വിളിച്ചപ്പോൾ അബിക്കും കോള് പോകുന്നില്ല. ഇപ്പൊ അവർക്കൊരു മെസ്സേജ് അയച്ചിടുകയാണ്, ഞാൻ ഇതുപോലെ പെട്ട് കിടക്കുകയാണ്, എങ്ങനെങ്കിലും ഒന്ന് വന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ സമയത്താണ് പുറത്തേക്ക് പോയ പാട്ടിയുടെ മകൾ തിരിച്ചു വരുന്നത്. അവൻ വേഗം പോയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ ഒളിക്കുകയാണ്. ഇപ്പൊ വാതിൽ തുറന്ന് പാട്ടിയുടെ മകൾ അങ്ങോട്ടേക്ക് വന്നു. അവളുടെ കൂടെ തന്നെ മറ്റേ ഒരു രവി ഉണ്ടല്ലോ, ലിഫ്റ്റിൽ വെച്ച് ബാബു കൊണ്ട് ആ പയ്യൻ, അവനും ഉണ്ട്. എന്തോ അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവന്റെ മുഖത്ത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പാട്ടിയുടെ മകളുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇപ്പൊ അവള് പറയാണ്, പാട്ടി
കുട്ടി നല്ല ഉറക്കത്തിലാണ്, വാ നമുക്ക് നമ്മുടെ റൂമിൽ പോവാന്ന് പറയാം. ആ റൂമിൽ തന്നെയാണ് നമ്മുടെ ബാബു ഒളിച്ചിരിക്കുന്നത്. അവൻ എന്താക്കി, മറ്റൊരു രക്ഷയില്ല, കട്ടിലിന്റെ അടിയിലേക്ക് കയറിയിരിക്കാം. ഇതേ നേരം റൂമിലേക്ക് വന്ന പാട്ടിയുടെ മകള് അതുപോലെ തന്നെ ഈ രവി രണ്ടുപേരും കൂടെ എന്തോ പരിപാടി ഒപ്പിക്കാൻ പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു പരിപാടി ഇവർ ഒപ്പിക്കുന്നത്. ഈ രവി ആളൊരു ഡ്രഗ് ഡീലറാണ്. ഡ്രഗ് ഡീലർ മീൻസ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ. സോ അവൻ എന്തോ ഒരു പൊടിയുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവൾ ഇത്ര തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ വേഗം പൊടിയെടുക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ വലിച്ചു കയറ്റണമെന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര ആവശ്യത്തില്ല. ഇപ്പൊ ഈ ഒരു രവി പറയണ, നീ ഒന്ന് അടങ്ങ്, നിന്റെ പാട്ടി അപ്പുറത്തുണ്ട്, അവരറിയില്ലേ. ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ്, പാട്ടി ഇപ്പൊ ഒന്നും എണീക്കില്ല, പാട്ടി കുടിക്കാൻ വെച്ച വെള്ളത്തിൽ നിങ്ങൾ തന്ന ആ ഒരു പൊടി ഇച്ചിരി കലക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പാട്ടി ഇനി വൈകുന്നേരം എഴുന്നേൽക്കുള്ളൂ, ഇപ്പൊ ഒന്നും നോക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടുകൊണ്ട് കട്ടിലിന്റെ അടിയിൽ ആരിയ്ക്കുന്നുണ്ട്, നമ്മുടെ ബാബു ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആശാന് കാര്യങ്ങൾ കത്തിയത്. അതായത് ആദ്യത്തെ സംഭവം നടന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും അബിയുടെ ഇലൂഷനും യേശുവിന്റെ ഇലൂഷനും വന്നില്ലേ. അതിന്റെ കാരണം പാട്ടിയുടെ ആ ഒരു വെള്ളം ആദ്യം തന്നെ നമ്മുടെ ബാബു കുടിച്ചായിരുന്നു. ഇനി പദം കഴിഞ്ഞ് രണ്ടാമത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അപ്പോഴും കുടിച്ചായിരുന്നു കുറച്ച് വെള്ളം. സോ ഏത് വെള്ളമാണ് അവൻ കുടിച്ചിരിക്കുന്നത്? പാട്ടിയുടെ മോള് ആ മരുന്ന് കലക്കി വെച്ച ആ വെള്ളമാണ് കുടിച്ചിരിക്കുന്നത്. ഇപ്പൊ അവന്റെ രണ്ട് ഭാഗത്തുനിന്ന് ലൈറ്റുകൾ അങ്ങനെ കത്താൻ തുടങ്ങുകയാണ്. അതായത് ഈ ഇലൂഷൻ രണ്ടു ഭാഗത്തും വന്നു പോയതിന്റെ മെയിൻ കാരണം തന്നെ ആ മരുന്ന് അവന്റെ ഉള്ളിലേക്ക് ചെന്നതുകൊണ്ടാണ്. ഇപ്പൊ അവന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് അബി എന്തോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ വെറുതെ പ്രാങ്ക് ചെയ്യാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ പ്രാങ്ക് ചെയ്യല്ലേ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ഒന്നും നമ്മുടെ ബാബുവിന് തിരിയുന്നില്ല, ആകെ കിളി മാറിയിട്ടുണ്ട്. കാണുന്നതൊക്കെ രണ്ടും മൂന്നെണ്ണക്കായി തോന്നുകയാണ്. എങ്ങനെയൊക്കെയോ കട്ടിലിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ദാണ്ട് കിടക്കുന്നു ഒരാളവിടെ. ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ബാബുവിനെ തന്നെ അവിടെ കാണുകയാണ്. ചോരയെല്ലാം ഒലിപ്പിച്ച് അവൻ അവിടെ കിടക്കുകയാണ്. പിന്നെ നോക്കിയപ്പോൾ അത് ആരാണെന്ന് വ്യക്തമല്ല. കണ്ണിലൊക്കെ ഒരുമാതിരി വെള്ളം നിറഞ്ഞതുപോലെ. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവന്റെ ആ ഒരു കൊറിയർ ബാഗ് കൊടുത്ത് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് കടന്നപ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. അതിന്റെ മുകളിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് യാതൊരു പെടുത്തൂല്ല. അവിടുന്ന് പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചട്ടിയും ചവിട്ടി പൊട്ടിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. എന്തെന്നെ ചെയ്തിട്ടും അവന്റെ ഒരു കിക്ക് പോകുന്നില്ല. ഒരു വിധത്തിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ കുഴിച്ച് ഇച്ചിരി ബോധം തിരിച്ചു വരികയാണ്. ഇപ്പൊ ഇവന്റെ ഈ കളി കണ്ട സമയത്ത് നമ്മുടെ യേശു വയ്ക്കണം, അല്ലടാ എന്താ പറ്റിയത്, എന്താ നീ കളിക്കുന്നത്? അപ്പൊ തന്നെ എഴുന്നേറ്റ് ഒരേറ്റ അടി കൊടുക്കുകയാണ്. ആയിരച്ചാക്ക് അരവണച്ചാക്ക് ഞാൻ മുഴുവൻ പറയുന്നില്ല, നിന്റെ ഒരു മറ്റേടത്ത് ഐഡിയ കൊണ്ട് ഞാൻ ഇന്ന് വലിയൊരു പ്രശ്നത്തിൽ പോയി ചാടിയിടാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്റെ ബാഗ് അവിടെ, ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു കൊറിയർ ബാഗ് എടുക്കുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ ആ ബാഗിന്റെ ഉള്ളിൽ നിന്നും കെട്ടായിട്ട് കാശ് പുറത്തേക്ക് ചാടുകയാണ്. ഇത് കണ്ട് ബാബു ആകെ ഞെട്ടിപ്പോണ്. എന്തുവാ ഇത് എവിടുന്ന് ഈ കാശ് എന്റെ ബാഗിൽ വന്നത്? ഒരൈഡിയ ഇല്ല കേട്ടോ. ഇപ്പൊ അവിടെ ഇരുന്ന് ബാബു എല്ലാ കാര്യങ്ങളും A to Z അബിക്കും അതുപോലെ തന്നെ യേശുദാസിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ എങ്ങനെ അവന്റെ ബാഗിൽ ഇത്രയും കാശ് വന്നു? ആ കാര്യം ബാബുവിന് യാതൊരു ഓർമ്മയില്ല, ഒരൈഡിയ ഇല്ല. ഇപ്പൊ നമ്മുടെ അബി ഒരു കാര്യം പറയുന്നുണ്ട്, ബാബു ഇപ്പൊ നീ പോയിട്ടുണ്ടെങ്കിൽ നീ ആകെ പെട്ടുപോകും. കാരണം അവിടുത്തെ CCTVയിൽ നിന്റെ വിഷ്വൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോയി ഇറേസ് ചെയ്യണം. അതുപോലെ നീ കൊണ്ടുപോയി ഒരു സാധനം നിന്റെ ബാഗിലില്ല, അതിനർത്ഥം അതെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ആ സാധനങ്ങളും നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ നീ സേഫ് ആവുള്ളൂ. ഇത് കേട്ടപ്പോ യേശു പറയാണ്, ആ പരിപാടിക്ക് നിൽക്കണ്ട, ഡേഞ്ചർ ആണ്, ഇനിയും അങ്ങോട്ടേക്ക് പോകാൻ ശരിയാവില്ല. അപ്പൊ അബി പറയാണ്, എങ്ങനെ ശരിയാവില്ല എന്ന്? ഇവൻ പെട്ട നീയും പെടും. അപ്പൊ യേശുദാസ് ചോദിക്കാണ്, ഞാൻ പെടുന്നോ? എങ്ങനെ? അല്ല, അവൻ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തത് നീയല്ലേ, അപ്പൊ നീയും പെടും. ദൈവമേ, എടപ്പോ വേറൊരു വഴിയില്ലേ? ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ബാബു അവനിപ്പോ തൂക്കിയെടുക്കുകയാണ്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാവുന്നതിന്റെ ഇടയിൽ ആ ബാഗിൽ നിന്നും ഒരു ഫോൺ റിങ് ചെയ്യാണ്. ബാബു ഇപ്പൊ നേരെ പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ അത് അവന്റെ ഫോണല്ല. അതിനർത്ഥം ഈ ബാഗ് അവന്റെ ബാഗല്ല, അത് ആരുടെ ബാഗാണെന്ന് ഫോണിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. അതായത് കുരുവി, അവൻ ഈ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് ഒരു പോലീസുകാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാനൊരു പാസ്പോർട്ട് വെരിഫിക്കേഷന് പോവാണെന്ന്. ആ പോലീസുകാരന്റെ ഫോണാണിത്. അപ്പൊ അയാളുടെ ബാഗാണിത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ബാബുവിന് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. അവന്റെ കാഴ്ചകളെ അവൻ ഓർത്തെടുക്കുകയാണ്. അതായത് കട്ടിനടിയിൽ നിന്നും പുറത്തേക്ക് വന്ന സമയത്ത് ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടായിരുന്നല്ലോ. ആ ആള് മറ്റാരുമല്ല, ആ പോലീസുകാരനാണ്. ഇതോടെ ബാബുവിന്റെ കൈയും കാലും വീണ്ടും വിറക്കാൻ തുടങ്ങുകയാണ്. അതായത് ആ പാർട്ടിയെ കൊന്നത് പോട്ടെ, ഇപ്പൊ കൊന്നിരിക്കുന്ന ഒരു പോലീസുകാരനെയാണ്. എന്തായാലും ഞാൻ പെട്ട്, എന്റെ ലൈഫ് ഇവിടെ തീർന്ന്, എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അബി പറയാണ്, എടാ ഇപ്പോഴും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുണ്ട്, എങ്ങനെയെങ്കിലും ആ CCTV വിഷ്വൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇറേസ് ചെയ്യണം, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവർ 3 പേര് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ഫ്ലാറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെ ഉള്ളിലേക്ക് കയറും? സെക്യൂരിറ്റി ഗാർഡ് തടയില്ലേ. അപ്പോഴാണ് അബി ഒരു ഐഡിയ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, കാർ നല്ല സ്പീഡിൽ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ യേശു കാർ നല്ല സ്പീഡിൽ കൊണ്ടുപോവാണ്. അയാൾ കാർ തടഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിലേക്ക് കാർ കൊണ്ടുപോയി നിർത്തിയ സമയത്ത് ഇപ്പൊ യേശു ചോദിക്കുകയാണ്, അല്ലടാ എന്തുകൊണ്ട് ആ ഒരു ഗാർഡ് കൈ നീട്ടാതിരുന്നത്? എടാ അത് പിന്നെ ഒരു സൈക്കോളജിയാണ്. അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും വേഗത്തിൽ പോകുന്ന കാർ അതെന്തായാലും ഇവിടെയുള്ള ആരെങ്കിലും കാറായിരിക്കും, നമ്മൾ ഈ പതുക്കെ വന്ന് ഉള്ളിലേക്ക്
കയറട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴല്ലേ അയാൾ തടയാ. എന്നാൽ ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ലല്ലോ, വാ നമുക്ക് നേരെ മേലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ബാബു ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചു വെച്ച ആ റൂമിന്റെ അടുത്തേക്ക് ഇവരെത്തുന്നുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് പോവാതെ ഒന്ന് മറഞ്ഞിരുന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഈ സമയത്താണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ആ വീടിന്റെ മുകളിൽ ഒരു CCTV ഇല്ല. ഇപ്പൊ ബാബുവിനോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോ അത് പിന്നെ എടാ ഞാൻ അവിടെ ഒരു CCTV കണ്ടതാ, പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നും അവിടെ കാണാനില്ല. എന്നാൽ ഇതിനേക്കാൾ വലിയ ടിസ്റ്റ് ദാ കിടക്കുന്നു. അവൻ കൊന്നു എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടി ദാണ്ടെ ഫോണ് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ അഭി ചോദിക്കാണ്, ബാബു എന്താടാ ഇവിടെ നടക്കുന്നത്, സത്യം പറയടാ, നീ പറഞ്ഞതൊക്കെ കാര്യമാണോ ഉള്ളത് തന്നെയാണോ? ഇപ്പൊ ബാബു പറയണ, എടാ എനിക്കും അറിയില്ല, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. ഒരു കാര്യം ചെയ്യാം, ആ വീടിന്റെ ഉള്ളിൽ ബോഡി ഉണ്ടോ നോക്കാം. ഇപ്പൊ നമ്മുടെ യേശു പറയാണ്, ബോഡി ഉണ്ടെങ്കിൽ എങ്ങനെയാ ആ തള്ള ഇങ്ങനെ കാഷ്വൽ ആയിട്ട് സാധാരണ രീതിയിൽ ഫോൺ വിളിച്ച് പുറത്തേക്ക് വരിക, എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പാർട്ടി അങ്ങോട്ടേക്ക് പോയപ്പോ ആ വീടിന്റെ ഉള്ളിൽ പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? അഭി പറയാണ്, നീ ശരിക്കും ഓർത്ത് നോക്കൂ ബാബു, ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ. ബാബു മുഴുവൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്, തലങ്ങനെ പെരുക്കല്ലാതെ ഒന്നും ഓർമ്മ വരുന്നില്ല. അവസാനം ഒരു കാര്യം ബാബുവിന് ഓർമ്മ കിട്ടി. വരുന്ന സമയത്ത് ഒരു ചെടിച്ചട്ടി ചവിട്ടിയിട്ടായിരുന്നു. പിന്നീട് ഞാൻ മേലേക്ക് ഓടി. അവരെന്തായാലും സ്റ്റെയർ കയറിയിട്ട് ഒന്ന് മേലേക്ക് പോയി നോക്കുമ്പോൾ ബാബുവിന്റെ കാല് തട്ടി പൊട്ടിയ ആ ഒരു ചെട്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ആ ചെട്ടി ഉണ്ടായിരുന്ന റൂം അത് താഴത്തെ 401 ആയിരുന്നില്ല, മേലെ ഉണ്ടായിരുന്ന 501 ആയിരുന്നു. ആ റൂമിന്റെ മുകളിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാബു വന്ന് ഒളിച്ച ആ റൂം എന്ന് പറയുന്നത് ഈ 501 ആയിരിക്കില്ലേ? ഈ റൂമിന്റെ ഓണറെ എനിക്കറിയാം, ഞാൻ ഫ്ലാറ്റിൽ വെച്ച് കണ്ടായിരുന്നു. രവിയുടെ റൂമാണിത്. അതായത് പാർട്ടിയുടെ മോൾക്ക് ഡ്രഗ്സ് കൊടുക്കാൻ വന്ന ആ ചങ്ങായി ഉണ്ടല്ലോ, അയാൾ തന്നെ. പക്ഷെ ഞാൻ എങ്ങനെയാണ് രണ്ടാമത് ഈ റൂമിന്റെ ഉള്ളിൽ എത്തിയത്? എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്തായാലും എങ്ങനെയൊരു വാതിലോർക്ക് ഉള്ളിലേക്ക് കയറാന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെയൊക്കെയോ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ദാണ്ട് കിടക്കുന്നു നമ്മുടെ ബാബു പറഞ്ഞതുപോലെ തന്നെ ആ പോലീസുകാരന്റെ ഡെഡ് ബോഡി ഇവിടെ തന്നെ ഉണ്ട്. ഇതുവരെയായിട്ടും അത് ഇവിടുന്ന് ആരും മാറ്റിയിട്ടില്ല. അതിനർത്ഥം നമ്മുടെ ബാബു ഒളിച്ചിരുന്ന ആ ഒരു കട്ടില് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതായത് അവൻ ഉണ്ടായിരുന്നത് 501 എന്നാൽ എങ്ങനെ അവൻ ഇവിടെ എത്തി? എന്നാൽ അതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. ബാബു കൊണ്ടുവന്ന ആ ഒരു കൊറിയർ സാധനങ്ങൾ അത് ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അത് പെറുക്കിയെടുത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് പുറത്തു പോകണം. അതുകൊണ്ട് 3 പേര് 3 ഭാഗത്തേക്ക് പോയിട്ട് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ യേശു ഉറക്കനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് അബിയും ബാബും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എന്താടാ കാര്യം? ഇതുപോലെ മോങ്ങിക്കൊണ്ട് കഥ കാര്യം പറയടാന്ന് പറയണം. ഈ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് ഷെൽഫിലേക്ക് കൈ നീട്ടിയിട്ട് യേശു പറയണം, എടാ അവിടെ ഉണ്ടായിരുന്ന പുസ്തകം തനിയെ വീണെന്ന് പറയണം. ഇവരും ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ ഷെൽഫ് ഇങ്ങനെ ചെറുതായിട്ട് ഇളകുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ നിന്നും പുസ്തകം താഴേക്ക് വീണത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അത് വെറൊരു ഷെൽഫല്ല, അതൊരു ഡോറാണ്. ആ ഡോറ് തുറന്നുകൊണ്ട് ഇവരുള്ളിലേക്ക് കയറിയ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി. അതൊരു സയൻസ് ലാബായിരുന്നു. ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു വലിയ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ലാബ്. ഇത് കണ്ട് അങ്ങനെ അമ്പരന്ന് ഇവർ അതിന്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ യേശുകാരിയാണ്. നോക്കുമ്പോൾ എന്താ അവന്റെ കാല് ആരോ പിടിച്ച് മാന്തിയിട്ടുണ്ട്. വേഗം തന്നെ അത് ആരാണെന്ന് നോക്കിയപ്പോ ഒരു പെണ്ണാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. ബാബു വേഗം തന്നെ അതേതാണ് പെണ്ണെന്ന് നോക്കിയപ്പോ അവൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഇന്ന് രാവിലെ കണ്ട ആ പെണ്ണ് തന്നെ തേജസ്വിനി. എടാ ഈ പെണ്ണിന് ഞാൻ ഇന്ന് രാവിലെ കണ്ടതാ. ഇവളുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരൻ വന്നിരുന്നതെന്ന് അയാൾ ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ പിന്നെ ചിലപ്പോ ഈ പെണ്ണായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ബാബു പറയണ, അല്ല ഇത് ഇവളുടെ റൂമല്ല. രാവിലെ അവൾക്ക് ഞാനൊരു കത്ത് എടുത്തു കൊടുത്തപ്പോൾ അതിൽ 503 എന്നാ റൂം നമ്പർ കണ്ടത്. അതിനർത്ഥം ഇത് അവളുടെ റൂമല്ല. ഈ തേജസ്വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടത് മിക്കവാറും ഈ റൂമിന്റെ ഓണർ ആയിട്ടുള്ള ആ രവി ആയിരിക്കണം. മിക്കവാറും അവനായിരിക്കും ഇതെല്ലാം ഒപ്പിച്ചത്. ഇതും പറഞ്ഞ് ഇവർ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഒരു ഫ്രീസർ, അതിന്റെ ഉള്ളിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ഇത് കണ്ട് 3 പേരും ഞെട്ടുന്നുണ്ട്. എന്നാൽ ശരിക്കും ഞെട്ടിയത് നമ്മുടെ ബാബുവാണ്. കാരണം ഇതെല്ലാം ചെയ്തത് രവിയാണെന്ന് പറഞ്ഞില്ലേ, ആ രവിയുടെ ഡെഡ് ബോഡിയാണ് ഈ ഫ്രീസറിൽ ഇപ്പോൾ ഉള്ളത്. ഈ കാര്യം അബിയോടും യേശുവിനോടും ബാബു പറയുന്നുണ്ട്. അപ്പൊ തന്നെ അബി പറയാണ്, ബാബു ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വേറെ എന്തോ വലിയ കളിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. അതുപോലെ ആ CCTV അത് വെറും ഡമ്മി ആയിരുന്നു, അതിൽ നിന്റെ വിഷ്വൽ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയണം. അപ്പൊ ബാബു പറയണ, എടാ അത് പറ്റൂലാട്ടോ. എന്തുകൊണ്ടാടാ പറ്റാത്തത്? വേറെ എന്താടാ നീ ഒപ്പിച്ചത്? എടാ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊന്നും ഒപ്പിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ കാര്യമായിട്ട് എന്തോ നടന്ന്, അത് കണ്ടുപിടിക്കാതെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയണം. പക്ഷെ എങ്ങനെ എന്ന് അബി ചോദിച്ചപ്പോ, നീ ഇവിടെ നിൽക്ക്, ഞാനും യേശുവും കൂടെ താഴെ ആ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് പോയിട്ട് റൂം നമ്പർ 401 ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയണം. അല്ലടാ അയാൾ അതിന് സമ്മതിക്കോ? അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, 401 റൂം അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് പറയണം. അപ്പൊ തന്നെ ഗാർഡ് പറയണം, പോയടാ അവിടുന്ന്, നീ ആരാ ഈ നേരത്ത് വന്ന് എന്നോട് പറയാൻ? ഇത്രയും മുട കാണിച്ച ഈ സെക്യൂരിറ്റി ഗാർഡ് അടുത്ത നിമിഷം തന്നെ ഇപ്പൊ നമ്മുടെ ബാബുവിന്റെ കാലിൽ വീണിട്ട്, അയ്യോ സാറേ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. എന്തായിരിക്കും ആ ചെറിയ സമയത്ത് അവിടെ നടന്നത്? ഒന്നുമില്ല, നമ്മുടെ ബാബു പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ആ ബാത്റൂമിൽ ക്യാമറ വെക്കുന്നത് ഞാൻ കണ്ടു. അത് അവരോട് പറയണ്ടെങ്കിൽ വാ നമുക്ക് പ്ലംബേഴ്സിനെ പോലെ അങ്ങോട്ടേക്ക് പോകാം, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, അത് തീർത്തവാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കോളാം. അങ്ങനെ മറ്റൊരു
മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇവരെയും കൂട്ടി നേരെ 401 പോവാണ്. അവിടെ എത്തിയ സമയത്ത് നമ്മുടെ പാട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ബാബുവിന്റെ അടുത്ത് പറയാൻ നിൽക്കുമ്പോൾ ബാബു പറയണേ ഏയ് പാട്ടി ഇല്ല, ഞാൻ പ്ലംബിംഗ് വർക്കിന് വേണ്ടി വന്നതെന്ന് പറയണം. എന്നാൽ ശരിക്കും ബാബു നേരെ പോയത് അവൻ ആ ഒരു കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്നായിരുന്നല്ലോ. അപ്പോൾ അവന്റെ കീശയിൽ നിന്നും ആ ഒരു ക്യാമറ നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് അപ്പോഴും വിഷ്വൽസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കട്ടിലിനടിയിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് അതിൽ വിഷ്വൽസ് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തായാലും ആ ഒരു ക്യാമറ എടുത്ത് ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. മെമ്മറി കാർഡ് ഊരി ഫോണിലേക്ക് ഇട്ട് വിഷ്വൽസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടിലിനടിയിൽ നിന്നും ഇവനെ പുറത്തേക്ക് വലിച്ചെടുത്തത് അത് മറ്റാരുമല്ല, രവി തന്നെയാണ്. തൊട്ടപ്പുറത്തെ സോഫയിൽ ബോധമില്ലാതെ ആ പാട്ടിയുടെ മോളും കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ലിഫ്റ്റിൽ നിന്നും ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ ദേഹത്ത് അയാൾ തട്ടുകയാണ്. അപ്പൊ തന്നെ ഇയാളോട് സോറി പറഞ്ഞ് അയാളുടെ നിലത്ത് വീണ പേഴ്സ് ഇവരെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പേഴ്സിൽ ഒരു പേര് ഇവർ കാണുന്നത്, തേജസ്വിനി. അതായത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആയിട്ട് ഒരു പോലീസ് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അയാൾ പറഞ്ഞ ആ ഒരു തേജസ്വിനി അത് ഇയാളാണ്. അപ്പൊ പിന്നെ രാവിലെ കണ്ട ആ ഒരു പെണ്ണ് അവളല്ലേ തേജസ്വിനി. ഇപ്പൊ ഒന്നും മനസ്സിലാവാതെ നമ്മുടെ ബാബു യേശും കൂടെ നേരെ 501 പോയി നോക്കുമ്പോൾ ദാണ്ട് കിടക്കുന്ന അടുത്ത ടിസ്റ്റ്. ബോധമില്ലാതെ കിടന്നിരുന്ന ആ പെണ്ണ് ഒരു ചെറിയ ഷാർപ്പായിട്ടുള്ള സാധനം എടുത്ത് നമ്മുടെ അബിയുടെ കഴുത്തിൽ വെച്ച് അനങ്ങി പോരുതെന്ന് ഇവരോട് പറയാം. അതുപോലെ തന്നെ അവള് ചോദിക്കുന്നത് എവിടവൻ രവി എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ദേഷ്യം വന്ന് യേശു പറയാണ് അല്ല നീ തന്നെ അവനെ കൊന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, നാടകം കളിക്കില്ലടി, സത്യം പറ നീ ആരാ. ഇപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട് സത്യം പറഞ്ഞോ എനിക്ക് അവൻ ഇപ്പൊ കാണുന്ന പറയണം. എന്നാൽ അതേ നേരം പിന്നാലെ പോയ നമ്മുടെ ബാബു അവൾക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കണം. അവളുടെ ബോധം അപ്പൊ തന്നെ പോയി. വേഗം തന്നെ അവളെ പിടിച്ചൊരു കസാരയിൽ കെട്ടിയിടുന്നുണ്ട്. ബോധം വന്നപ്പോഴാണ് അവളുടെ യഥാർത്ഥ പേര് അവൾ പറയുന്നത്. അത് പറഞ്ഞാൽ ശരിയാവില്ല, MYRA എന്നാണ്. അതിന്റെ ആ ഒരു പ്രൊണൗൺസിയേഷൻ നമ്മുടെ ഭാഷയിൽ തെറി ആയതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അവളെ മൈന എന്ന് വിളിക്കാം. അപ്പൊ ഈ മൈന എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് ഡീലറാണ്. കുറച്ചൊക്കെ ഡ്രഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മൈന അറിയുന്നത് ഈ രവി നന്നായിട്ട് തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അപ്പൊ ആ സാധനം ഇവിടെ നേരിട്ട് വന്ന് കുറച്ച് അവൾ ഓർഡർ കൊടുത്ത് അതിനുള്ള കാശും കൊടുത്ത് സാധനം അവൾ ഏൽപ്പിച്ചായിരുന്നു. എന്നാൽ കുറച്ച് ദിവസമായിട്ടും സാധനം കിട്ടാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാന്ന് കരുതിയിട്ടാണ് മൈന ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ കയ്യിൽ ആ സമയത്ത് കാശുണ്ടായിരുന്നു, ഒരു 50 ലക്ഷം രൂപ. അവന്റെ കയ്യിൽ അത് അപ്പം തന്നെ കൊടുത്തിട്ട് എനിക്ക് എന്റെ ഡ്രഗ്സ് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറയണം. അപ്പൊ രവി പറഞ്ഞു പറ്റില്ല, കുറച്ച് സമയം എനിക്ക് വേണം, ഒരു 10 മണിക്കൂറെങ്കിലും ആവും പറയണം. ആയിക്കോട്ടെ 10 മണിക്കൂറല്ലേ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയണം. ആ സമയത്ത് രവി ഉണ്ടാക്കിയ പുതിയൊരു ഡ്രഗ് ഞാൻ നിനക്ക് തരട്ടെ, ഇത് നീ ഉപയോഗിച്ച് നോക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ മൈന പറയണത് ഏയ് വേണ്ട, ഞാൻ എന്റെ സ്വന്തം സാധനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ മൈന അവള് കൊണ്ടുവന്ന സാധനം തന്നെ കുത്തിവെച്ച് അതിന്റെ ആ ഒരു ലഹരിയിൽ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരും വന്ന് ബെല്ലടിക്കുന്നുണ്ട്. രവി പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ പോലീസുകാരനായിരുന്നു, തേജസ്വിയുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരൻ. അപ്പൊ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അയൽവാസികളോട് ആളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ആ വകയിലൊന്നും വന്നതാണ് രവിയുടെ അടുത്തേക്ക്. രവിയുടെ ഒരു സൈനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ ഈ കാര്യം രവിയോട് പറഞ്ഞപ്പോൾ രവി അവിടെ വെച്ച് വല്ലാണ്ട് സീൻ ഉണ്ടാക്കി. സാർ ഈ പറഞ്ഞ ആളുണ്ടല്ലോ തേജസ്വി, അത് ആരാണെന്ന് എനിക്കറിയില്ല, പിന്നെ ഞാനിതിന് അയാൾക്ക് വേണ്ടി സൈൻ ഇട്ട് തരണം. ഈ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന മൈന നേരെ അവന്റെ ലാബിലേക്ക് പോവാണ്. അവൾ അവിടെ വെച്ച് ഈ രവി ഉണ്ടാക്കിയ എന്തോ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ രവി ആണെങ്കിൽ ഈ പോലീസുകാരന്റെ അടുത്ത് ഭയങ്കര ഷോ ഓഫ്. അത് കണ്ടപ്പോൾ തന്നെ പോലീസുകാരന് എന്തോ ഒരു സംശയം, ഇവനെങ്ങാനും ട്രിപ്പിലാണോ. അതുകൊണ്ട് തന്നെ അവനെയും കൂട്ടി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പറയണം എന്താടാ ഒരു കള്ളലക്ഷണം. ഏയ് ഒന്നുമില്ല സാറേ എന്ന് പറയാണ്. ഇതേ നേരം ഉള്ളിൽ പോയിട്ട് മരുന്നടിച്ച നമ്മുടെ മൈന ഉറക്കനെ കൂക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രവിയുടെ മൂക്കിന്റെ താഴെയായിട്ട് വെള്ളപ്പൊടിയും കാണുകയാണ്. എന്താടാ മൂക്കിന്റെ താഴെ ഒരു വെള്ളപ്പൊടി, ഡ്രഗ്സ് ആണോ ചോദിച്ചപ്പോ അല്ല സാറേ ഡ്രഗ്സ് ഒന്നുമല്ല, ഇത് ഗ്ലൂക്കോസ് പൊടിയാണ്. ഗ്ലൂക്കോസ് പൊടിയോ? ഗ്ലൂക്കോസ് പൊടി എന്തിനിങ്ങനെ വലിച്ചു തരുന്നേ, എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ രവി നിനക്ക്. അതുപോലെ തന്നെ അവിടെ വെച്ച് ചെറിയൊരു സിറിഞ്ചും കൂടെ പോലീസുകാരന് കിട്ടുന്നുണ്ട്. അതോടെ പോലീസുകാരൻ കൺഫേം ചെയ്യാണ് ഇവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നിന്നും എന്തോ ശബ്ദം കേട്ടല്ലോ. അങ്ങോട്ടേക്ക് ഈ പോലീസുകാരൻ ചെന്ന് നോക്കുമ്പോൾ അവന്റെ ആ രഹസ്യ ലാഭം കാണാണ്. പോലീസുകാരൻ ആകെ ഞെട്ടിപ്പോയി. എന്താടാ അവിടെ നീ കാണിക്കുന്നത്, സ്വന്തം ഫ്ലാറ്റിൽ തന്നെ നീ ഇതൊക്കെ ഉണ്ടാക്കുകയാണോ. അതുപോലെ താഴെ കിടന്ന് ഒരു ബോധമില്ലാതെ കളിക്കുന്ന നമ്മുടെ മൈനെ നോക്കിയിട്ട് ഇവൾ നിന്റെ കൂട്ടുകാരിയാണോ. രണ്ടും കൂടെ എവിടെ വെച്ച് സ്വന്തമായിട്ട് ഡ്രഗ്സ് ഉണ്ടാക്കി വിൽക്കലാണല്ലേ പരിപാടി. ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് മൈനക്ക് ദേഷ്യം വരികയാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു സ്റ്റിക്ക് എടുത്ത് ഈ പോലീസുകാരന്റെ തൊണ്ടക്കിട്ട് ഒറ്റ കുത്തു കൊടുക്കുകയാണ്. ചെറിയൊരു മുറിവായിരുന്നു. അപ്പൊ തന്നെ ദേഷ്യം വന്ന പോലീസുകാരൻ പറയണം ആ കാണിച്ചു തരാടാ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞ് ഇയാൾ നേരെ ഹാളിലേക്ക് പോവാണ്. ആ പോയി ഒരു പകുതി ആയപ്പോഴേക്കും നിലമ്പത്തി പോലീസുകാരൻ വീഴുകയാണ്. കാരണം ആ കുത്തു കൊണ്ടത് കറക്റ്റ് മർമ്മത്താ തോന്നുന്നു. എന്നാൽ ഇപ്പോഴും യാതൊരു ബോധവുമില്ലാതെ മൈന അവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ രവി പറയാണ് മൈന നീ എന്താ കാണിച്ചത്, ഇപ്പൊ പോലീസുകാർ വരും, നീ പെട്ടുപോകും, നീയാണ് അവനെ കൊന്നത്. ഇപ്പൊ മൈന പറയണ ഞാൻ എങ്ങനെ പെടാനാ, ഇത് നിന്റെ അപ്പാർട്ട്മെന്റ്, നിന്റെ ലാബ്, നീ മരുന്നുണ്ടാക്കുന്നു, നീ കച്ചവടം ചെയ്യുന്നു, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ കാശ് തന്നില്ലേ, അപ്പൊ ആ കാശുള്ള സാധനം എനിക്ക് വേണ്ട, ഞാൻ പോട്ടെ എന്ന് പറയാം. ഇപ്പൊ ഇവളുടെ തീരെ ഈ ബോധമില്ലായ്മ കണ്ട് ഇവളുടെ ആ ഒരു കിറുക്കം കണ്ടിട്ട് നമ്മുടെ രവി തന്നെ ഞെട്ടിപ്പോണ്. ആഹാ എന്റെ മരുന്നിന് ഇത്ര എഫക്റ്റോ, കിണ്ണം സാധനം തന്നെ. പെട്ടെന്ന് തന്നെ രവി സ്വബോധത്തിലേക്ക് വരണം. പക്ഷെ വിഷയം അതല്ലല്ലോ, ഒരു പോലീസുകാരൻ മരിച്ചു കിടക്കുന്നു, ഇതിപ്പോ ഇനി എന്ത് ചെയ്യും. അതങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആരോ ഒന്ന് ബെല്ലടിക്കുന്നത്. ഇപ്പൊ രവി പോയിട്ട് പതുക്കെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അത് ആ ഒരു പാർട്ടിയുടെ
പാർട്ടിയുടെ മകളായിരുന്നു. അവൾക്ക് അപ്പം തന്നെ ഡ്രഗ്സ് വേണമായിരുന്നു. ഇപ്പൊ രവി പറയണ നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഇപ്പം വേണമെന്ന് പറയാണ്. പക്ഷെ അവൾ ഉള്ളിൽ കയറ്റിയ പ്രശ്നമാവുമല്ലോ, ഉള്ളിൽ മൈനയുണ്ട്, അതുപോലെ തന്നെ പോലീസുകാരും മരിച്ചെടുക്കുകയാണ്. ഇപ്പൊ നൈസായിട്ട് അവളെ ഉള്ളിലേക്ക് കയറ്റാതെ ഇപ്പൊ രവി പുറത്തേക്ക് വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ, ഞാൻ അവിടെ വെച്ച് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാർട്ടിയുടെ മോളും അതുപോലെ തന്നെ രവിയും നേരെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. 401. അതാണ് രാവിലെ നമ്മുടെ ബാബു കണ്ടത്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ ആ സമയത്ത് രവിയുടെ റൂമിൽ 501 ഈ പെണ്ണ്, അതായത് മൈന ഒറ്റയ്ക്കാണല്ലോ. എന്നാൽ ആരാണെന്നറിയില്ല, ആ സമയത്ത് അവളുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു. അങ്ങനെയാണ് ആ ലാബിൽ അവൾ ബോധം കിട്ടി വീണത്. പിന്നീട് അവൾ ബോധം വന്ന സമയത്ത് ദാണ്ടെ നമ്മുടെ ബാബു, അബി, യേശു ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വരെ മൈനയ്ക്ക് ഓർമ്മയുള്ളൂ. മൈന ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മുടെ അബിയും അതുപോലെ തന്നെ യേശുവും പറയണത് ഇവൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഇവളാണ് ആ പോലീസുകാരനെയും അതുപോലെ തന്നെ രവിയും കൊന്നത്, ഇവൾ ഒട്ടും വിശ്വസിക്കേണ്ട, ഇവൾ വെറും ഉഡായിപ്പാന്ന് അബി പറയണത്. എന്നാൽ ഇതേ സമയത്തിന് മൈന പറയണത് നിങ്ങൾ എന്തേ പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനിയിപ്പോ ഞാനാണ് ആ 2 കൊലപാതകം ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാൻ നിൽക്കുമോ? ഇവിടുന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് വേണ്ട ഡ്രഗ്സ് ആണ്, ഞാനത് എടുത്തോളാം. അതുപോലെ തന്നെ ആ 50 ലക്ഷം രൂപ അത് നിങ്ങൾ എടുത്തോ, നിങ്ങൾ രക്ഷപ്പെട്ടോ, പ്രോബ്ലം സോൾവ് ആയില്ലേ. എന്നാൽ ഇത് കേട്ട സമയത്ത് ബാബു പറയണത് ഇതിനെല്ലാത്തിനും കാരണം ഈ ഡ്രഗ്സാ, ഇത് ഞാൻ ഇന്ന് അടിച്ച് പൊളിക്കുന്ന പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷവലെടുത്ത് ആ ബീക്കറിലിട്ട് അവൻ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ മൈന പറയണ എടാ അടിക്കല്ലേ, 2 കോടി രൂപയുടെ മുതലാണത്. എന്നാൽ നമ്മുടെ ബാബു ആ ഷവലെടുത്ത് അടിച്ചത് ആ ഡ്രഗ്സിന്റെ ബോട്ടിൽസിനായിരുന്നില്ല, പകരം അവിടെ ഉണ്ടായിരുന്ന അബിക്കായിരുന്നു. ആ അടിയിൽ അബി അവിടെ താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ട് യേശു പറയുന്ന ബാബു നിനക്കെന്താടാ പ്രാന്തായോ, നീ എന്തിനാടാ അവനെ അടിച്ചത്, അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ. ഈ സമയത്താണ് ബാബു പറയുന്നത് ഫ്രണ്ടൊന്നും അല്ലടാ, ഇവിടെ വേറെ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. നേരത്തെ താഴെ 401 പോയപ്പോ ആ പാർട്ടിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ആ ഒരു ക്യാമറ എടുത്തായിരുന്നല്ലോ, അതിൽ ഒരു വിഷ്വലൂടെ ഞാൻ കണ്ടായിരുന്നു. എന്നാൽ ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നതാ. എന്താണെന്നറിയോ, ആ കട്ടിലിനടിയിൽ നിന്നും എന്നെ രവി മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, രവിയുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ദാ ഇവൻ തന്നെ, ഈ അബി തന്നെ. ഇത് കേട്ട് യേശുവിനും ആകെ ഷോക്കായി പോവാണ്. നീ എന്തീ പറയുന്നത്, അബി ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലടാ, അവനാണ് ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ആള് എന്ന് പറഞ്ഞപ്പോൾ യേശു തന്നെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ അബി കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അതായത് ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് എല്ലാത്തിന്റെയും കാരണക്കാരൻ മറ്റാരുമല്ല അബി തന്നെയാണ്. അതെങ്ങനെയാണ്? അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. അതായത് അബിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ആ ഡ്രഗ് ഉണ്ടാക്കുന്ന ആള്. അവന്റെ സുഹൃത്തായിരുന്നു രവി. രവിക്ക് ഈ സാധനം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, അവൻ ജസ്റ്റ് ഡീലിംഗ് മാത്രമേ ഉള്ളൂ. ഈ അബിയും രവിയും കൂടെ ഒരു ഫ്ലാറ്റ് എടുത്തു, അതും രവിയുടെ പേരിൽ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്, ഡ്രഗ്സ് ഉണ്ടാക്കുന്നതെല്ലാം അബിയാണ്. എന്നിട്ട് അബി ഒരു സാധാരണക്കാരനെ പോലെ, ഒരു പാവപ്പെട്ടവനെ പോലെ ഇവരുടെ കൂടെ ജീവിക്കുകയായിരുന്നു. കാരണം അവൻ അതിനൊരു മറ വേണമായിരുന്നു. അങ്ങനെ എന്നത്തെ പോലെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഈ ഫ്ലാറ്റിലേക്ക് വന്നു. എന്നാൽ ആ സമയത്ത് രവി ഇവിടെ ഇല്ലായിരുന്നു. രവി താഴെ ആ പാർട്ടിയുടെ മകളുടെ കൂടെ അവൾക്ക് ഡ്രഗ്സ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അബി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ മൈന ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ ഒരു ലാബിലുണ്ട്. അബിക്ക് മൈനെ അറിയില്ലല്ലോ. അതുകൊണ്ട് ആരാണ് ഈ ലാബിൽ കയറിയത് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ തലക്കിട്ട് അടിച്ചത് അത് മറ്റാരുമല്ല അബിയാണ്. അബിയുടെ അടി കൊണ്ടിട്ടാണ് ഇവളുടെ ബോധം പോയത്. ഇതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്, നമ്മുടെ രവി വരുന്നത്. സോ ആകെ കൂടി കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പുറത്തൊരു പെണ്ണ് ബോധമില്ലാതെ കിടക്കുന്നു, ഇവിടെ ഇതാ ഒരു കോൺസ്റ്റബിൾ മരിച്ചും കിടക്കുന്നു. എന്ത് ചെയ്യുന്ന രവിയോട് ചോദിച്ചപ്പോ രവി പറയണ എനിക്കൊന്നും അറിയില്ലടാ, ആകെ പെട്ട പോലെയാണ്. ഈ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. ആരാ മെസ്സേജ് അയച്ചത്? നമ്മുടെ ബാബു. അതായത് ഞാൻ 401 ഇതുപോലെ കട്ടിലിന്റെ അടിയിൽ പെട്ട് കിടക്കാണ്, വന്ന് രക്ഷിക്കടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഫോണിൽ നോക്കി ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ അബിയോട് രവി ചോദിക്കുകയാണ്, അല്ലടാ എന്താ വിഷയം, എന്താണ് ഇവിടുന്ന് രക്ഷപ്പെടാനൊരു വഴി? അപ്പാണ് അബി പറയുന്നത്, എടാ ഇതിലൊക്കെ പെടുത്തി കൊടുക്കാൻ പറ്റിയ പാകത്തിന് ഒരുത്തിന് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം രവിയോട് അബി പറയാണ്. അങ്ങനെ രവിയും അബിയും കൂടെ നേരെ ചെന്ന് ബോധമില്ലാതെ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന നമ്മുടെ ബാബുവിനെ, അതായത് 401 നിന്നെടുത്ത് ഇവർ നേരെ മേലേക്ക് കൊണ്ടുവരികയാണ്. അതും അവൻ കൊണ്ടുവന്ന ആ കൊറിയർ സാധനം ഇട്ടുവെച്ച് ആ ഒരു ബാഗിലാക്കിയിട്ട്. അതേ നേരത്ത് തന്നെ ആ പാർട്ടിയുടെ മകളാണെങ്കിൽ ഡ്രഗ്സും അടിച്ചൊരു ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബാബുവിനെ ഇവർ ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാൾ മരിച്ചു കിടക്കുന്നതിന്റെ അടുത്ത് കെടുത്തുകയും ചെയ്തു. അയാളുടെ രക്തമൊക്കെ ഇവന്റെ കയ്യിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അബി എങ്ങനെയാണ് ഈ ഒരു കേസിനെ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, താഴെ ഉണ്ടായിരുന്ന പാർട്ടി അവരുടെ കയ്യിൽ നിന്നും എന്തോ മോഷ്ടിക്കാൻ ശ്രമിച്ച കൊറിയർ ബോയ്, ആ സമയത്ത് അവനെ പിടിക്കാൻ നോക്കിയ കോൺസ്റ്റബിളിനെ അവൻ കൊന്നു കളഞ്ഞു. സോ അങ്ങനെയായിരിക്കും കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. അപ്പൊ രവി ചോദിക്കുകയാണ്, എല്ലടാ എനിക്ക് സംശയം മാറാത്ത എന്താ വെച്ചാൽ ഇവൻ ആ ഒരു പാർട്ടിയെ കൊന്നിരിക്കുന്നത് 401 വെച്ച്, പോലീസുകാരൻ കിടക്കുന്നത് ഇതാ എന്റെ റൂമിൽ 501. അപ്പൊ ഇതൊക്കെ എങ്ങനെ പോലീസുകാർ വിശ്വസിക്കും? ഇതാകെ പ്രശ്നം എനിക്ക് വരില്ലേ, നമുക്ക് വരില്ലേ, നമ്മുടെ ലാബ് അവർ കാണില്ലേ? ഈ സമയത്താണ് അബിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായത്. അതിനൊരു വഴിയുണ്ടാ. ഇതും പറഞ്ഞ് അബി രവിയെ പിന്നിൽ നിന്ന് കഴുത്തിറുക്കി കൊന്നുകളയാണ്. അതായത് ഒരു കാരണവശാലും ഈ കേസ് അബിയുടെ മേലേക്ക് വരാൻ പാടില്ല. അതായത് ഈ അബി എന്ന് പറയുന്ന ആള് പക്കാ ഒരു ക്രിമിനലാണ്. അവന്റെ പേരെന്തായാലും ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവില്ല. കാരണം അവൻ ഈ ഫ്ലാറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ രവിയാണ് പിടിക്കപ്പെടുക, അവനാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. എന്തായാലും അബിക്ക് ഇവിടെയുള്ള ആ 50 ലക്ഷം രൂപ മതി. അപ്പൊ അതെല്ലാം പാക്കിങ്ങിലാക്കി, അതായത് നമ്മുടെ ബാബു കൊണ്ടുവന്ന ആ ഒരു കൊറിയർ ബാഗിൽ ആ കാശ് മുഴുവൻ നിറച്ച് ഇവൻ നേരെ ബാക്കിയുള്ള ഡ്രഗ്സ് എടുക്കാൻ പോയ സമയത്താണ് ഈ അബിയുടെ എല്ലാ പ്ലാനും തെറ്റിയത്. അതായത് നമ്മുടെ ബാബുവിന്റെ ബോധം അപ്പ വന്നു. അവൻ അപ്പ തന്നെ അവന്റെ ആ ഒരു കൊറിയർ ബാഗ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴാണ് അബിക്ക് ഈ കാര്യം മനസ്സിലായത്. എന്നാലും അബിക്ക് അറിയാം ബാബു എങ്ങോട്ടാ പോയിട്ടുണ്ടാകുമെന്ന്. അത് തന്നെ അവരുടെ വീട്ടിലേക്ക് തന്നെ. സോ ബാബുവിന്റെ പിന്നാലെ തന്നെ അബിയും ആ ഒരു വീട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് ഒന്നും അറിയാത്തതുപോലെ ഇവരുടെ കൂടെ നാടകം കളിക്കുകയാണ്.
എന്നാൽ അവിടെ വെച്ച് നമ്മുടെ ബാബുവിന് മനസ്സിലായി അവിടെ മരിച്ചു കിടക്കുന്നത് ആ പോലീസുകാരനാണ്. സോ എങ്ങനെയെങ്കിലും തെളിവ് ഇല്ലാതാക്കണം, അങ്ങോട്ടേക്ക് പോയേ മതിയാവുള്ളൂ. അപ്പൊ അവരുടെ കൂടെ നൈസായിട്ട് അഭിയും പോവുകയാണ്. കാരണം ആ ഡ്രഗ്സ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. അത് എടുക്കുകയും വേണം, ഇവരെ ഒന്നുകൂടെ അതിലേക്ക് പെടുത്തിയിടണം, എന്നിട്ട് ഇവന് മാത്രമായിട്ട് കഴിച്ചിലാവണം. അതിനായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ അവിടെ ഒരു കാര്യം ആലോചിക്കണം, ഈ അഭി കൊണ്ടുവന്ന ആ ഒരു കാറുണ്ടല്ലോ, അത് രവിയുടെ കാറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സെക്യൂരിറ്റി ഗാർഡ് ആ കാറ് അവിടെ വെച്ച് തടയാതിരുന്നത്. അല്ലാതെ അഭിയുടെ വലിയ ഒരു എന്താ പറയാ സൈക്കോളജി ബുദ്ധി കൊണ്ടൊന്നുമല്ല. മീൻസ് വേഗത്തിൽ പോകുന്ന കാറിനെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് തടുക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നുമല്ല. അതുപോലെ തന്നെ 501 വന്നിട്ട് ഇവര് ആ റൂം തുറന്നില്ലേ, അതെങ്ങനെയാ തുറന്നത്? കാരണം അതിന്റെ ആ ഒരു സ്പെയർ കീ അഭിയുടെ കയ്യിലുണ്ട്. എന്നാൽ അവനൊരു കമ്പി ഇട്ട് തുറന്നതുപോലെയാണ് ഇവരെ കാണിച്ചത് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാബുവും അതുപോലെ തന്നെ യേശുവും ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ബാബു പറയാണ്, എങ്ങനെയാടാ ഞങ്ങളെ രണ്ടുപേരെയും ഇതിൽ പെടുത്താൻ നിനക്ക് തോന്നിയത്? നീ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഇപ്പൊ അഭി പറയാണ്, എടാ ഞാൻ ആ സമയത്ത് അതൊന്നും നോക്കില്ല, എന്റെ സേഫ്റ്റി മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഓക്കെ, ഇപ്പൊ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളെ നമുക്ക് പെടുത്താം. ഇവളാണ് ശരിക്കും ഈ കൊലപാതകം ചെയ്തത്. ഡ്രഗ്സ് മേടിക്കാൻ വന്നു, ഇവൾ ഈ രവിയുമായിട്ട് അടിയുണ്ടായി, ആ കോൺസ്റ്റബിളിനെ കൊന്നു, എന്നൊക്കെ വരുത്തി തീർക്ക് നമുക്ക് കഴിച്ചിലാവാന്ന് പറയാം. എന്ന് ഇത് കേട്ട ബാബു പറയണില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എല്ലാത്തിനും കാരണം ഈ ലാബല്ലേ, നീ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് അല്ലേ, എല്ലാം ഞാൻ ഇന്ന് നശിപ്പിക്കടാ. ഇനി നേരായ വഴിയിലൂടെ തന്നെ ഞാൻ പോകുന്നുള്ളൂ. ഉടായ്പിലൂടെ ബാബു ഇനി ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷവലെടുത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടെസ്റ്റ് ട്യൂബും കുറെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിലിട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ അഭി ഉറക്കനെ പറയുന്നുണ്ട്, നീ എന്തിലിട്ട് അടിച്ചാലും അതിലടിക്കല്ലേന്ന്. എന്നാൽ അപ്പോഴേക്കും ബാബു അടിച്ചു കഴിഞ്ഞു. ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതിൽ അടി കൊണ്ടപ്പോൾ തന്നെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്. ആ മരുന്ന് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അവിടെ അടിച്ചപ്പോൾ അതൊക്കെ പൊട്ടിത്തെറിയുകയാണ്. അതിലുണ്ടായിരുന്ന ഡ്രഗ്സ് മുഴുവനായിട്ടും അവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവർ 4 പേരും 4 ഭാഗത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. ഇവരുടെ മൂക്കിലും വായിലും ഇത് മുഴുവനായിട്ടും കയറി പോവാണ്. ഹൈ ഡോസ് ഡ്രഗാണ്. ഇത് കയറി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും തെറിച്ചു വീഴുന്ന സമയത്ത് ഓരോ ലോകത്തിലായതുപോലെ തോന്നുകയാണ്. അതായത് നമ്മുടെ യേശു അത് കയറിയപ്പോൾ അവൻ സൂപ്പർമാനായിട്ട് ക്രിപ്റ്റോണിലൂടെ പറക്കുന്നത് പോലെ തോന്നുകയാണ്. നമ്മുടെ ബാബുവിനാണെങ്കിൽ ഏതോ തീക്കുണ്ടിൽ ചെന്ന് പെട്ടതുപോലെ തോന്നുകയാണ്. അതുപോലെ തന്നെ ആ മൈന ഉണ്ടല്ലോ, അവൾ ഏതോ മരുഭൂമിയിൽ പെട്ടതുപോലെ അവൾക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ അബി സ്പേസിലൂടെ എങ്ങോട്ടോ പാറിപ്പോകുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. എന്തായാലും അവിടെ ആകെ പൊട്ടിച്ചെറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന പേഷ്യൻസ് ഇടുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൽ ബാബുവും അതുപോലെ തന്നെ യേശുവും കൂടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പോലീസുകാരനുണ്ട്. അതായത് 2 ആഴ്ചക്ക് ശേഷം ഇപ്പോഴാണ് ഇവന്മാർക്ക് ബോധം വന്നിരിക്കുന്നത്. ആ ഡ്രഗ്സ് മൂക്കിലും വായിലൊക്കെ കയറിയിട്ട് 2 ബോധം എവിടെയോ പോയി കിടക്കുകയാണ്. ഇപ്പൊ ബോധം വന്നു. എന്നാൽ നമ്മുടെ അബി അതുപോലെ തന്നെ മൈന 2 ഇപ്പോഴും ബോധം വന്നിട്ടില്ല. കാരണം അവർ ഓൾറെഡി ഡ്രഗ് യൂസ് ചെയ്യുന്നവരായിരുന്നു. അതിന്റെ കൂടെ തന്നെ ആ ബ്ലാസ്റ്റ് ആയ ഡ്രഗ് കൂടെ മൂക്കിലും വായിലും കയറിയപ്പോൾ അവർക്ക് ബോധമില്ലാതെ ഒരുമാതിരി വട്ടുപിടിച്ച അവസ്ഥയിലാണ് 2 പേരും ഉള്ളത്. എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ ബാബു നുണയൊന്നും പറയാൻ നിന്നില്ല. നടന്ന എല്ലാ കാര്യങ്ങളും A to Z എല്ലാം അവൻ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അവർ പറയുന്നതിന് മുന്നേ തന്നെ ആ ഇൻസ്പെക്ടർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയോ, ഈ മരിച്ചുപോയ രവി ഉണ്ടല്ലോ, അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള അബി പോലും അറിയാതെ ഒരുപാട് CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം പോലീസുകാർ കിട്ടി. സോ അവർ ആ ഒരു വിഷ്വൽ പരിശോധിച്ചപ്പോൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പോലീസുകാർക്ക് നല്ല പക്ക എവിഡൻസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കൊലപാതകത്തിന്റെയും ഈ പരിപാടിയുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ അത് അബിയാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഈ പോലീസുകാരന് മനസ്സിലാവാത്ത കാര്യം അതൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞ കഥയിൽ എല്ലാം ഓക്കെ, അതായത് നിങ്ങളെ കൊണ്ടുവന്നത് 50 ലക്ഷം രൂപയല്ലേ, ശരിയല്ലേ? അതേന്ന് ബാബുവും യേശുവും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ആകെ 5 ലക്ഷം രൂപ മാത്രമാണല്ലോ. അപ്പൊ ബാക്കിയുള്ള 45 ലക്ഷം അത് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ യേശു മറ്റൊരു പരിപാടി ഒപ്പിച്ചത്. ഇവർ ആ ഒരു ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കാശുമായിട്ട് പോയല്ലോ. എന്നാൽ അത്രയും കാശ് കണ്ട സമയത്ത് യേശുവിന് അത് തിരിച്ചു കൊടുക്കാൻ തോന്നില്ല. അവൻ എന്താക്കി, ബാക്കി 45 ലക്ഷം അവരുടെ വീട്ടിൽ തന്നെ വെച്ച് 5 ലക്ഷം മാത്രമേ ആ ഒരു ബാഗിലിട്ട് കൊണ്ടുവന്നായിരുന്നുള്ളൂ. ഈ സമയത്ത് ബാബു പറയാണ്, അതിന്റെ ഇടക്ക് നീയും കളിച്ചായിരുന്നല്ലേ കള്ളപ്പന്നി. എന്തായാലും യേശു ഇപ്പോ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറോട് ഒരു കാര്യം പറയുന്നുണ്ട്, പൊന്നു സാറേ ആ കാശ് എവിടെയാ വെച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം, ദയവ് ചെയ്ത് ഞങ്ങളൊന്ന് മാപ്പുസാക്ഷിയാക്കണം. ഇവിടെ സീൻ കേട്ടാവാണ്. ഇതിനുശേഷം ആ പോലീസുകാരനെ കാണിക്കണം. അയാൾ വാർത്തക്കാരോടൊക്കെ ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പത്രക്കാരോടും മേലോട്ടും ഇയാൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പോലീസുകാരുടെ കീഴിൽ ഇൻഫോമേഴ്സിന്റെ ഒരു ടീമുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഈ ഡ്രഗ് മാഫിയയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻഫോമേഴ്സ് അവർ വഴിയാണ് ഇവർക്ക് ഈ ക്രിമിനൽസിനെ പിടിക്കാൻ പറ്റിയത്. മാത്രമല്ല അവിടെ വെച്ച് കുറച്ചധികം ഡ്രഗ്സും കൂടെ ഒരു 5 ലക്ഷം രൂപയും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി. എന്തായാലും കേസിലെ എല്ലാ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഈ വാർത്ത ടിവിയിൽ ഇപ്പോ നമ്മുടെ ബാബുവും അതുപോലെ തന്നെ യേശുദാസും കാണുകയാണ്. പാവങ്ങള് ഒന്നും കിട്ടിയില്ല, പക്ഷേ ജീവനും തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഈ കേസിൽ നിന്നൊക്കെ കഴിച്ചിലാവുകയും ചെയ്തു. ഈ വാർത്ത അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടറും കാണുന്നുണ്ട് കേട്ടോ. അയാളുടെ മുന്നിൽ ബാക്കിയുള്ള 45 ലക്ഷം രൂപയുണ്ട്. ഇവിടെ കോൾ അടിച്ചത് ആ ഒരു ഇൻസ്പെക്ടർക്കാണ്. പിന്നെ സിനിമ തീരുന്ന സമയത്ത് അവസാനമായിട്ട് അബിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡ്രഗ്സ് എല്ലാം ഫുള്ളായിട്ട് കയറിയിട്ട് അവന്റെ തല തിരിഞ്ഞു പോയി, ഭ്രാന്തായി എന്നാണല്ലോ പറഞ്ഞത്. അതേ അവസ്ഥയിൽ തന്നെയാണ് അവൻ ഇപ്പോഴും. എന്നാൽ അവസാനത്തിൽ അവന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് മാറുന്നുണ്ട്. അവനൊന്ന് ചിരിക്കുകയാണ്. അതായത് അവന് ഭ്രാന്തൊന്നും ആയിട്ടില്ല, അവൻ ആക്ട് ചെയ്തത് മാത്രമാണ്, അഭിനയിച്ചതാണ്. ഇത് കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ അവസാനം ഒറിജിനൽ ആയിട്ടുള്ള മറ്റൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്, താങ്ക്സ് ഫോർ ദി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് യഥാർത്ഥത്തിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്ക്, ഒരു ഫ്ലാറ്റിലേക്ക് ഇതുപോലെ ഒരു കൊറിയർ ബോയ് പോയിട്ട് മോഷ്ടിക്കാനായിട്ട് ശ്രമം നടത്തി അവിടെ വലിയ പ്രശ്നമായി. അതിന്റെ ഇടയിൽ വേറൊരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഇതുപോലെ
കഞ്ചാവ് ചെടി വളർത്തുന്നതായിട്ട് കണ്ടായിരുന്നു. പോലീസ് രണ്ടുപേരെയും കൈയോടെ പൊക്കിയിട്ടുണ്ട്. സോ ഈ ഇൻസിഡന്റ് ആണ് ശരിക്കും ഈ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആ ഒരു ടീമിന് പ്രചോദനമായത്. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും നമ്മുടെ ഈ ലോകത്ത് സിനിമയിൽ നടക്കുന്നതിനേക്കാളും ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.